ഹായ് ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഈ കണ്ണപ്പ എന്ന മൂവി കാണുന്ന സമയത്ത് നമ്മുടെ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഇൻട്രോ വരുമ്പോൾ തിയേറ്റർ രണ്ടാമത്തെ കൂടി കുലുങ്ങുന്ന പറഞ്ഞു. കാരണം ഓൾറെഡി ഒന്ന് കുലുങ്ങിയായിരുന്നു. ടി പാപ്പച്ചൻ പറഞ്ഞ് വന്ന് കുലുക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണപ്പ എന്ന മൂവിയിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ വരുന്ന സമയത്ത് തിയേറ്ററൊക്കെ കണ്ട് കുലുങ്ങും അത്രേ. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ അത് ഇന്ത്യയിൽ മാത്രമാണോ എന്നറിയില്ല. അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തത കൊടുത്തിട്ടില്ല. അപ്പോൾ സ്റ്റീഫൻ ദേവസിയാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഈ അടുത്ത കാലത്ത് ഇറക്കിയത്. ഒരു 2 ദിവസമായിട്ടുള്ളൂ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഇൻട്രോ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും കോൺഫിഡൻസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി കൂടി ആയിരിക്കാം, ചിലപ്പോൾ ശ്രദ്ധ നേടാൻ വേണ്ടി കൂടി ആയിരിക്കും, പറയാൻ പറ്റില്ല. കാരണം നിലനിൽപ്പെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്യാവശ്യ ഘടകമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ കണ്ണപ്പ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഒരു തെലുങ്കിൽ നിന്ന് വരുന്നൊരു മൂവിയാണ്. അവർ റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ 25-നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒട്ടുമിക്ക കുറേ അധികം വലിയ വലിയ ആക്ടേഴ്സൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ എല്ലാ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിലുണ്ട്. ഇപ്പോൾ എടുത്ത് പറയേണ്ടതെന്ന് പ്രഭാസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് തെലുങ്കിൽ നിന്നുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു എന്താ പറയുക രാജകീയമായുള്ളൊരു വേഷമൊക്കെ ചെയ്യാൻ പറ്റിയ ആൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വേഷം നമുക്ക് ഒരു ടീസറിൽ പോലും വളരെ കൺവിൻസിങ് ആയിരുന്നു. പിന്നെ വരുന്നത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ഒരു വേഷം കണ്ടപ്പോൾ അത് എന്താ ഒരു കാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു കത്തി വേഷം പോലെ തോന്നി. കാരണം മുഖത്തൊക്കെ എന്തൊക്കെ വരച്ചു കൂട്ടി ഒരുമാതിരിപ്പെട്ട അക്സെപ്റ്റൻസ് അല്ലാത്ത ഒരു ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തോ വാട്ടവർ. പിന്നെ അതിനുശേഷം പിന്നെ വരുമ്പോൾ ശിവൻ്റെ വേഷം കിട്ടുള്ള ഏറ്റവും തമാശയാണ്. കാരണം അവസാനം നമ്മുടെ അക്ഷയ് കുമാർ ശിവനൊക്കെയായി. കാരണം ശിവൻ്റെയൊക്കെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ എന്താ കാണിക്കുന്ന അറിയില്ല. പിന്നെ അതിൽ ഏറ്റവും കോമഡി പറഞ്ഞു വല്ല കാജോളൊക്കെ പാർവതിയായി എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് വിഷ്ണു മാഞ്ചു ആണ്. ഇദ്ദേഹത്തിന് എത്ര ആൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം തെലുങ്കിൽ നിന്നുള്ള ആകെ കുറച്ച് പേര് നമുക്ക് അറിയത്തുള്ളൂ. മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കുറച്ച് പേര് ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം നമ്മുടെ മല്ലു അർജുൻ കഴിഞ്ഞാൽ പിന്നെ അല്ലു അർജുനാണ്, പക്ഷേ മല്ലു അർജുൻ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പ്രഭാസ് പിന്നെ ഇപ്പോൾ ബാഹുബലി വന്ന കാര്യം കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ ഇപ്പോഴാണ് ഈ രാംചരണം, ഈ NTR അങ്ങനെ ഇല്ലേ, ജൂനിയർ NTR, അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങി ഇപ്പോഴാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ വാനങ്ങൾ പോലെയാണ്. കാരണം വാനങ്ങൾ പോലെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നല്ലോ, അടിച്ചാൽ 3 അടി അടിച്ച് അങ്ങനെ ഇങ്ങനെ പോകും, അത്രേ ഉള്ളൂ. പിന്നെ ബാലയവന് വന്നവിടെ ഹിറ്റാണ്. കാരണം ബാലയനാണ് ട്രോൾ കിട്ടാണ് ഇവിടെ കുറച്ച് പേർക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടാക്കി എനിക്ക് പറയാൻ പറ്റും. അത്രമാത്രം ട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്നൊരു മൂവി ഉണ്ട്, ദഗ് മഹാരാജു. അതല്ല ബെസ്റ്റ് മൂവിയായിരുന്നു. കുറച്ച് അപരാധം കുറഞ്ഞൊരു സിനിമയായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര വൈറലാണ്. കാരണം തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേരളത്തിൽ ഇപ്പോൾ എല്ലാ തിയേറ്ററുകളും ഇങ്ങനെ കുലുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാലപ്പഴക്കം കാരണം പൊളിക്കാനൊക്കെ ഇട്ടായിരിക്കും, പറയാൻ പറ്റില്ല. റെനോവേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് കുട്ടപ്പനൊക്കെ വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ഒരു കുലുക്കം കൊണ്ട് ഈ റെനോവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിമെൻറ്റ് കെട്ടൊക്കെ പുറത്ത് ചാടി ഇനി ആ തിയേറ്ററൊക്കെ പൊട്ടിപ്പോകുമെന്ന് കൂടി പറയണം. കാരണം സ്റ്റീഫൻ ദേവസിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ടിനു പപ്പച്ചൻ പറഞ്ഞപ്പോൾ ഒന്ന് കുലുങ്ങിയായിരുന്നു. ആ കുലുക്കം പിന്നെ മലയക്കോട്ട വാലിബൻ മലയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. പിന്നെ കോട്ടയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല. അത്രമാത്രം ആ പടം പൊട്ടിപ്പാളിസായി. അപ്പോൾ എന്തായാലും ഈ സിനിമയിൽ കണ്ണപ്പിൽ മോഹൻലാൽ എന്ന വ്യക്തി മാത്രമല്ല, ഈ പടം ഒരു അപരാധമായാലും എന്താണ് ഒറ്റയ്ക്ക് മോഹൻലാൽ ഈ പൊട്ടിയാലും എല്ലാ റെസ്പോൺസിബിളും ഏറ്റെടുക്കേണ്ടി വരില്ല. വേറെയും കുറേ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ ആളുകളുണ്ട്. അപ്പോൾ മോഹൻ ബാബു ആയാലും മുകേഷ് കുമാർ സിംഗ്, അങ്ങനെ അക്ഷയ് കുമാർ, ഷെൽഡോൺ ചാവു, പിന്നെ അങ്ങനെ ഗോപാലകൃഷ്ണൻ, അങ്ങനെ കുറേ ആളുകളുണ്ട്. ബ്രഹ്മാനന്ദം, ദേവരാജ്, പിന്നെ കന്നഡിയിൽ നിന്നും വേറെ കുറേ ശിവരാജ് കുമാറൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ചിലപ്പോൾ അഭ്യൂഹം മാത്രമായിരിക്കാം, പറയാൻ പറ്റില്ല. കഥ എന്തായാലും ഒരു റിയൽ സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഹിന്ദു മതപതി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഓക്കെ, ഇതൊരു റിയൽ സ്റ്റോറി ആയിട്ടാണ്, ട്രൂ ഇവൻറ്റ്സ് ഒക്കെയാണ് പറയുന്നത്. അപ്പം എന്തുതരം ട്രൂ ഇവൻറ്റ്സ് ആണെങ്കിലും നമുക്ക് വിഷ്വലി നമ്മളെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ആക്സെപ്റ്റ് ആവുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഒന്നിനും കൂടില്ല. കാരണം ഇതിൽ ടീസറിൽ കണ്ടത് ഏറ്റവും ഒരേ ഒരു കൺവിൻസ് ആയ വ്യക്തി വരുന്നത് പ്രഭാസ് മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് അത്രയൊന്നും കൺവിൻസ് ആയിട്ടില്ല. കാരണം പ്രഭാസ് ഓൾറെഡി ബാഹുബലിയൊക്കെ ചെയ്തു വേഷത്തിൻ്റെ ഒരു അപ്പിയറൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസിലും ആ രൂപത്തിലും കണ്ട കാരണം കൊണ്ടായിരിക്കും നമുക്ക് അക്സെപ്റ്റൻസ് കൂടിയത്. ബാക്കിയൊക്കെ പറയുന്നതെല്ലാം കത്തിവേഷം പോലെ തോന്നിയത്. എന്തായാലും സിനിമ എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ കുലുങ്ങാനുള്ള തിയേറ്ററുകൾ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കുലുങ്ങാൻ പറ്റാത്ത തിയേറ്ററിനൊക്കെ എന്താ പറയുക ഡീബാർ ചെയ്ത് മാറ്റണമെന്നാണ് എൻ്റെ ഒരു ഇളയൊരു അഭ്യർത്ഥന. ഇത് കുലുങ്ങിയിട്ട് തിയേറ്റർ വല്ലതും താഴെ വീണ് പൊട്ടി അതിലുണ്ടാവും നാശനഷ്ടം, പിന്നെ കുറേ ജീവൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ജീവനൊക്കെ കുറേ സിനിമ കാണാൻ പോകുമ്പോഴാണല്ലോ ഈ സീൻസൊക്കെ പ്ലേ ചെയ്യും. അതിൻ്റെ സൗണ്ട് കൊണ്ട് തിയേറ്ററിൽ കുലുങ്ങി പൊട്ടുകയും ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന കുറേ ആളുകളുണ്ടാവുമല്ലോ, അവർ കാണാൻ പോയിരിക്കും. എന്തെങ്കിലും ആപത്തൊന്നും വരാതിരിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും സ്റ്റീഫൻ ദേവസി സ്റ്റേറ്റ്മെൻറ്റ് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സ്വയം മൈലേജ് കൂട്ടാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈലേജ് കൂട്ടിയെന്നാണ് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൂവി അറിയാമല്ലോ, പണ്ടൊക്കെ ചെയ്തൊരു മൂവി ആയിരുന്നു ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, അങ്ങനെ കുറച്ച് മൂവിയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തമിഴിലും അത്യാവശ്യം നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ സിനിമയിൽ നമുക്ക് തിയേറ്റർ കുലുങ്ങാനായിട്ട് കാത്തിരിക്കാം. കുലുങ്ങുന്ന തിയേറ്ററിൻ്റെ ഒരു വ്യൂ ഒക്കെ എടുത്ത് ട്രെൻഡാക്കി വിടാം.
എന്തായാലും കണ്ണപ്പ എന്ന സിനിമ വരട്ടെ. വരുമ്പോൾ കുലുങ്ങുമോ, ഇനി നമ്മൾ കുലുങ്ങുമോ, ഇനി മൊത്തത്തിലാണ് കുലുങ്ങുമോ എന്നറിയില്ല. എത്ര ശതമാനം റിക്ടർ സ്കെയിലൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല, കാരണം കുലുങ്ങിയിട്ടാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കണ്ണപ്പിലെ മോഹൻലാലിലെ ഇൻട്രോയാണ് ആ സിനിമയിൽ ഏറ്റവും വലിയൊരു കുലുക്കമുണ്ടാക്കുന്ന സീൻസ് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് തോന്നുന്നു. എന്തായാലും സിനിമ നമുക്ക് കാണാം, കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. ചിലപ്പോൾ കുലുക്ക് നമ്മളൊക്കെ ചത്തുപോവാണെങ്കിൽ ബാക്കി കാര്യം പറയാനുണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഏപ്രിൽ 25 വരെ നമുക്ക് കുലുക്കില്ലാതിരിക്കാം. ഏപ്രിൽ 25 ആകുമ്പോൾ സിനിമ കാണുമ്പോൾ ഒന്ന് കുലുങ്ങാം. നമുക്കും തിയേറ്ററും എല്ലാവരും കൂടി ഒന്നിച്ചു കുലുക്കാം. അങ്ങനെയെങ്കിലും സിനിമ വിജയിക്കട്ടെ. ഓക്കെ, ബൈ.